ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണ്ട, അത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് തീരെ റിസ്ക് ഇല്ലാത്ത ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ കഴിയുന്ന, എന്നാൽ നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതും മൊത്തത്തിൽ നല്ലൊരു ഹൈ ഡിമാൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ ബിസിനസ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് ബ്രഷിനെ കുറിച്ചാണ് കേട്ടോ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്ന ഒരു സാധനം നല്ല ഡിമാൻഡുള്ളതാണ്. നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എത്ര മുതിർന്നവർ വരെയും ഉപയോഗിക്കുന്ന ഒരു ഡെയിലി യൂസ് സംഭവമാണ് ടൂത്ത് ബ്രഷ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും നമ്മൾക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഇതിന് മാനുഫാക്ചറിങ് രീതി വേണമെങ്കിൽ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഹോൾസെയിലായിട്ട് നമുക്ക് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് സെറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹോൾസെയിലർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനികളിൽ നിന്ന് സാധനം ഡയറക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന റീറ്റെയിൽ ഷോപ്പുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ബിസിനസ് ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പേരിൽ നമുക്കൊരു ബ്രാൻഡ് നെയിമൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തം പേരിൽ സ്വന്തം പ്രൊമോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ നമ്മുടെ പേരിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് വിൽക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്ലസ് റീറ്റെയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പ് സെറ്റപ്പ് എടുത്തുകൊണ്ട്, ടൂത്ത് ബ്രഷ് ആയതുകൊണ്ട് നമുക്കറിയാലോ അങ്ങനെ വലിയൊരു സ്പേസൊന്നും ആവശ്യമില്ല. ഒരു ചെറിയൊരു ഷോപ്പ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒരു ഹോൾസെയിൽ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതേപോലെ തന്നെ പ്ലസ് റീറ്റെയിലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളൊക്കെ, ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിലേക്ക് വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് കോസ്റ്റുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് നമ്മൾ കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഷോപ്പ് സെറ്റപ്പിലോ അല്ലെങ്കിൽ ഷോപ്പില്ലാതെയോ നമുക്കത് ഹോൾസെയിലായിട്ട് വാങ്ങിക്കൊണ്ട് റീറ്റെയിൽ ഷോപ്പുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതല്ല നമുക്കൊരു ഷോപ്പ് ലെവൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റീറ്റെയിൽ പ്ലസ് ഹോൾസെയിൽ എന്നുള്ള രീതിയിലും നമ്മൾക്കിത് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ ഒരു ഹോൾസെയിൽ സെറ്റപ്പ് ആയിരിക്കും ഒന്നുകൂടി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചർ യൂണിറ്റ് പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഒരുപാട് റിസ്ക്കും ടാസ്കും അതിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോൾസെയിൽ സെറ്റപ്പ് പ്ലസ് റീറ്റെയിൽ ആകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്ന ലൈസൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് GST രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ തന്നെ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണം. നമുക്കിപ്പോൾ ഏതാണ് പരിധി, നമ്മൾ കോർപ്പറേഷനോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഏതാണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്ന ഏത് പരിധിയിലാണ് അവിടുത്തെ ഒരു ലോക്കൽ ലൈസൻസ് നമ്മൾ എടുക്കണം. പിന്നെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസ്, അതേപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ. അതിന് എവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ കിഡ്രൻ ബിഗ് ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ മീൻസ് നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും അതിൻ്റെ വ്യത്യസ്തതയും
എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഗുണമേന്മയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നടക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു മാർക്കറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾ 1-2 പ്രാവശ്യം പോയി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ഹോൾസെയിൽ ഡീലറെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു മാനുഫാക്ചറേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ള ബിസിനസ്സിന് നമുക്ക് അവർ നല്ല രീതിയിൽ നമുക്കത് ഹെൽപ്ഫുൾ ആകും. കാരണം നമുക്ക് അവിടെ പോയി എടുക്കേണ്ട കാര്യങ്ങളൊന്നും വരില്ല, നമുക്കത് ഇങ്ങോട്ട് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കും. അപ്പോൾ മെയിനായിട്ടുള്ള മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഉണ്ട്, അതേപോലെ മുംബൈയിലുണ്ട്, അഹമ്മദാബാദ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി, കോഴിക്കോടൊക്കെ ഇതുപോലത്തെ എന്താ പറയില്ലേ FMCG ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയൊക്കെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിൽ നമുക്ക് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15,000 രൂപയുടെ ഉള്ളിൽ വരും നമുക്ക്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് എടുക്കാൻ ഒരു 2 ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്ക് വേണ്ടിയിട്ട് വരും. അതേപോലെ തന്നെ റാക്കും ഗോഡൗണും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് 10-15,000 രൂപയുടെ ഉള്ളിൽ സെറ്റാവും. അതേപോലെ തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10,000 രൂപ, അങ്ങനെ ഒരു 3 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കരുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു ലാഭം, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബിസിനസ്, നമ്മളിപ്പോൾ ഒരു 3 ലക്ഷം രൂപ തുടങ്ങി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അതും ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാളാവുമ്പോൾ നമ്മൾക്കൊരു ഇതുണ്ടാവും, നമുക്കിത് എത്രയാണ് ഇതിൻ്റെ ഒരു മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്കറിയാം ഏതൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരു 3-4 മാസം നമ്മളൊന്ന് ക്ഷമിക്കേണ്ടി വരും. അതിനുശേഷം ഒരു ട്രാക്കിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഗ്രാഫും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, ബിസിനസ്സിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ നോർമലി ഈ ഒരു ബിസിനസ്സിന് സാധാരണയായിട്ട് നമുക്ക് ഈ ടൂത്ത് ബ്രഷിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒരു 10-20% ഒരു മിനിമം ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഉണ്ട്, മാർജിൻ ഉണ്ട്. പിന്നെ ഒരു പ്രീമിയം ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു 20 മുതൽ 35% നമുക്ക് മാർജിൻ കിട്ടും. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ലാബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ പ്രൊഡക്റ്റോ ഉള്ള രീതിയിൽ നമ്മളിത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 30 മുതൽ 50% വരെയുള്ള രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മാർജിൻ എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് എവിടേക്കാണ് കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, എവിടേക്കോ മനുഷ്യന്മാരുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ കസ്റ്റമേഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടൂത്ത് ബ്രഷ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകൾ, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ, ഇതൊക്കെ നമ്മൾ കസ്റ്റമർ എല്ലാ ഷോപ്പുകളിലും നമുക്ക് ടൂത്ത് ബ്രഷ് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളെ ഗ്രാമങ്ങളിലാണെങ്കിലും ടൗണുകളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും മെഡിക്കൽ ഷോപ്പുകളും അതുപോലെ ചെറിയ ഗ്രോസറികളും ചെറിയ റീറ്റെയിൽ ഷോപ്പുകളും എല്ലാ രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഷോപ്പുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യാൻ കഴിയും, പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. പിന്നെ അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഇഷ്ടംപോലെ കിട്ടും. അതിനായിട്ട് നമുക്ക് വാട്സപ്പിൽ നല്ലൊരു അടിപൊളി കാറ്റലോഗൊക്കെ തയ്യാറാക്കി നമുക്ക് എല്ലാ ഷോപ്പിൻ്റെ വാട്സപ്പിലേക്കും നമുക്ക് അയച്ചു കൊടുക്കാം, ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. ഓൺലൈൻ വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും കഴിയും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മാനുഫാക്ചറിങ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഒരു പേര് നമ്മൾ കണ്ടെത്തി നല്ലൊരു ബ്രാൻഡ് നെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബ്രഷ് സംഭവമായിട്ട് നമുക്ക് ഇതിനെ ഇറക്കാൻ കഴിയും. അപ്പോൾ ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാം. കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ മാർജിനും കിട്ടാൻ സാധ്യത കൂടുതൽ അതിനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും മാനുഫാക്ചേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നിങ്ങൾ ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു ഹോൾസെയിൽ ലാൻഡ് റീറ്റെയിൽ സെറ്റപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ്സിലൊന്നാണ് അത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.